കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അമ്പരുന്നത് ഒരുപക്ഷെ വിജയിച്ച ഐക്യ ജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും. പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ പോലും പ്രതിരോധത്തിലായിരുന്ന ഒരു വലിയ മുന്നേറ്റം ആരും പ്രവചിക്കാതിരുന്ന UDF നേടിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ്. മറുവശത്ത് മൂന്നാം തുടർ ഭരണം സ്വപ്നം കണ്ടിരുന്ന ഇടതുമുന്നണിക്ക് അടിതെറ്റി. ഈ ജനവിധി കേവലം ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയല്ല, കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു അടിത്തറ ഇളക്കമാണ്. ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ഈ കണക്കുകൾ നോക്കുക. ഇടതുമുന്നണിക്ക് മുൻതൂക്കം പ്രവചിച്ച വിശകലനങ്ങളെയും ചർച്ചകളെയും അപ്രസക്തമാക്കിക്കൊണ്ടാണ് ജനവിധി പുറത്തു വന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ സംസ്ഥാനത്തുടനീളം വ്യക്തമായ ഒരു UDF തരംഗം ദൃശ്യമായിരുന്നു. ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും UDF സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു. സംസ്ഥാനത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ സമ്പൂർണ്ണ ആധിപത്യം, നഗരസഭകളിലെ വ്യക്തമായ മേൽക്കൈ, പ്രധാന കോർപ്പറേഷനുകളിലും സമഗ്രമായ മുന്നേറ്റം. 2010 ശേഷം UDF നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത്. ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടകളെന്ന് കരുതിയിരുന്ന പലയിടങ്ങളിലും വിള്ളൽ വീഴ്ത്താനും വിജയിച്ചു കയറാനും UDFന് സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും നിർണായകമായി ഉയർന്നു കേൾക്കുന്ന ഒരു പദമാണ് ബംഗാൾ മോഡൽ. 3.5 പതിറ്റാണ്ട് ബംഗാൾ അടക്കി ഭരിച്ച CPMനെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് തള്ളിയിട്ട അതേ സാമൂഹിക സമവാക്യം കേരളത്തിലും പ്രവർത്തിച്ചു തുടങ്ങി എന്നതാണ് ഈ ഫലം നൽകുന്ന പ്രധാന സൂചന. ഒരേ സമയം ന്യൂനപക്ഷ വോട്ടുകൾ ഒരു മുന്നണിയിലേക്ക് കേന്ദ്രീകരിക്കുകയും ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ച് മറ്റൊരു പാർട്ടി നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമാണിത്. കേരളത്തിൽ സംഭവിച്ച വോട്ട് മാറ്റം ഈ ബംഗാൾ മോഡൽ തനിപ്പകർപ്പായിരുന്നു. ഇടതുമുന്നണിയുടെ പരമ്പരാഗത അടിത്തറയായിരുന്ന ഹിന്ദു വോട്ടുകളിൽ ഒരു പ്രധാന ഭാഗം BJPയിലേക്ക് മാറി. അതേസമയം മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായി UDFന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടു. ചുരുക്കത്തിൽ ബംഗാളിൽ CPMന്റെ അടിത്തറ ഇളക്കിയ അതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഹിന്ദു വോട്ടുകൾ BJPയിലേക്കും ന്യൂനപക്ഷ വോട്ടുകൾ എതിർചേരിയിലേക്കും ഇവിടെ UDFന് വേണ്ടി കൃത്യമായി പ്രവർത്തിച്ചു. ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾ ന്യൂനപക്ഷ പ്രീണനമാണെന്ന വ്യാപകമായ പ്രചാരണം നിഷ്പക്ഷമായ ഹൈന്ദവ വോട്ടർമാരെ LDFൽ നിന്ന് അകറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. LDF വരും എല്ലാം ശരിയെത്താക്കും എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരങ്ങൾ ഈ വികാരത്തെ ആളിക്കത്തിച്ചു. പ്രത്യേക മതസംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് സർക്കാർ വഴങ്ങുന്നു എന്ന തോന്നൽ ശക്തമായിരുന്നു. ഇതിനുദാഹരണമായി പ്രചാരണ രംഗത്ത് ഉയർന്നു വന്ന ചില വിഷയങ്ങൾ ഇവയാണ്. സ്കൂൾ സമയമാറ്റം, സൂംബ ഡാൻസ്, ജെൻഡർ ന്യൂട്രാലിറ്റി, പാഠപുസ്തക ബഹിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ സമസ്ത പോലുള്ള സംഘടനകൾ കണ്ണുരുട്ടിയപ്പോൾ സർക്കാർ പിന്നോട്ട് പോയി എന്ന ശക്തമായ വിമർശനം ഉയർന്നു വന്നു. മതസംഘടനകൾക്ക് മുന്നിൽ സർക്കാർ വഴങ്ങുന്നു എന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഹിജാബ് വിവാദം മാറി. ഗസ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഇടത് സാംസ്കാരിക നായകരും ഹമാസിനെ ഭീകരർ എന്ന് വിളിക്കാൻ മടിച്ചതും അവർക്ക് പരോക്ഷ പിന്തുണ നൽകിയതും വലിയ രീതിയിലുള്ള ധ്രുവീകരണത്തിന് കാരണമായി. അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇവർ മൗനം പാലിച്ചത് വലിയ ചർച്ചയ്ക്കും വഴിവെച്ചു. ഈ ഏകപക്ഷീയമായ പ്രീണനം എന്ന ധാരണ CPMന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിൽ പോലും വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകിയ ശബരിമല വിഷയം ഈ തിരഞ്ഞെടുപ്പിലും ശക്തമായ ഒരു വികാരമായി തിരിച്ചു വന്നു. സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കാനായി ആക്ടിവിസ്റ്റുകളെ വേഷം കെട്ടിച്ച് സർക്കാർ നടത്തിയ നീക്കങ്ങൾ ഹൈന്ദവ വിശ്വാസികൾ ഉണ്ടാക്കിയ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. എന്നാൽ ഇത്തവണ ശബരിമലയോടൊപ്പം അഴിമതി ആരോപണങ്ങളും കത്തിപ്പടർന്നു. 1999 വ്യവസായിയായിരുന്ന വിജയ് മല്യ സ്വർണം പൂശി നൽകിയ ദ്വാരപാലക ശില്പങ്ങൾ ദേവരേഖകളിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ബിനാമിക്ക് വീണ്ടും സ്വർണം പൂശാനായി നൽകിയെന്ന ആരോപണം വിശ്വാസികൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കി. N വാസുവും പത്മകുമാറും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതും CPMന് വലിയ തലവേദനയായി. ഭഗവാന്റെ ശ്രീകോവിലിൽ നിന്ന് പോലും മോഷണം നടത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ഹൈന്ദവ വോട്ടുകളെ കാര്യമായി സ്വാധീനിച്ചു. ശബരിമലയിൽ വിഗ്രഹം ബാക്കി വെച്ച സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ പോസ്റ്ററുകൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു. ഈ തിരഞ്ഞെടുപ്പിൽ UDF തരംഗത്തിന് ശക്തി പകർന്ന് ഇരട്ട ഭരണ വിരുദ്ധ വികാരം ആയിരുന്നു. വോട്ടർമാർ ഒരേ സമയം സംസ്ഥാന സർക്കാരിനും തങ്ങളുടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും എതിരെയാണ് വിധിയെഴുതിയത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ, വ്യാപകമായ പിൻവാദ നിയമനങ്ങൾ എന്നിവ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ വികാരം സൃഷ്ടിച്ചു. പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇടതു ഭരണത്തിനെതിരെ ജനരോഷം ശക്തമായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം അവസാന നാളുകളിൽ ജനങ്ങളിൽ കടുത്ത അസംതൃപ്തി ഉണ്ടാക്കി. കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഏറ്റവും അഴിമതി നിറഞ്ഞ ഭരണമെന്ന ആക്ഷേപം നേരിട്ട LDF 45 വർഷത്തെ കുത്തക അവസാനിപ്പിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങി. മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മുസഫർ അഹമ്മദ് പോലും പരാജയപ്പെട്ടു. അതായത് പിണറായി സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങളിൽ അമർഷം പൂണ്ട വോട്ടർ സ്വന്തം വാർഡിലെ റോഡ് നന്നാക്കാത്ത പ്രാദേശിക ഭരണകൂടത്തോടും ഒരേ സമയം ഇല്ല എന്ന് പറഞ്ഞു. ഈ ഇരട്ട പ്രഹരമാണ് UDF തരംഗത്തെ ഒരു രാഷ്ട്രീയ സുനാമിയാക്കി മാറ്റിയത്. ഇടതുമുന്നണിയുടെ ഈ തകർച്ച ഏറ്റവും കൂടുതൽ മുതലെടുത്തത് UDF ആയിരുന്നെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ശക്തിയായി BJP മാറുന്നതിന്റെ സൂചനകളും
സൂചനകളും ഈ തിരഞ്ഞെടുപ്പ് നൽകി. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF ആണെങ്കിലും കേരളത്തിലെ ദീർഘകാല രാഷ്ട്രീയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചൂണ്ടുപലക ഒരുപക്ഷെ BJP മുന്നേറ്റമാണ്. ബംഗാൾ മോഡൽ എന്ന വാദത്തെ ബലപ്പെടുത്തുന്ന തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ പോലും താമര വിരിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കോർപ്പറേഷൻ ഭരണം 45 വർഷത്തിന് ശേഷം നഷ്ടമായതിനേക്കാൾ വലിയൊരു ഞെട്ടലാണ് CPMന് പൊറ്റമ്മൽ വാർഡിൽ ഉണ്ടായത്. 47 വർഷമായി പാർട്ടി ഭരിക്കുന്ന 2 മുൻ മേയർമാരെ സംഭാവന ചെയ്ത ഈ കോട്ടയിൽ NDA സ്ഥാനാർത്ഥി T. രനീഷ അട്ടിമറി വിജയം നേടി. ഒരു പൊതു ശൗചാലയമോ അംഗനവാടിക്ക് സ്വന്തം കെട്ടിടമോ ഇല്ലാത്തതുപോലും അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് BJP ഇവിടെ വോട്ട് പിടിച്ചത്. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി PM നിയാസ് മത്സരിച്ച പാറപ്പടി വാർഡും UDFന്റെ കുത്തകയായിരുന്നു. ചാലപ്പുറം വാർഡും BJP പിടിച്ചെടുത്തു. കേരളത്തിലെ CPMന്റെ അവസ്ഥയെക്കുറിച്ച് ഈ ചർച്ച ഒരു സാങ്കല്പിക താരതമ്യമല്ല. പശ്ചിമബംഗാളിൽ പാർട്ടിക്ക് സംഭവിച്ച സമ്പൂർണ്ണ തകർച്ച കേരളത്തിലെ നേതൃത്വത്തിനുള്ള ഒരു കനത്ത മുന്നറിയിപ്പാണ്. സൈബർ സഖാക്കൾ പലപ്പോഴും ഉന്നയിക്കുന്ന ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന വാദത്തെ കണക്കുകൾ തന്നെ ഖണ്ഡിക്കുന്നു. കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് സംഘപരിവാറിൽ എത്തിയത് CPMൽ നിന്നാണ്. ഇതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ബംഗാളിൽ കണ്ടത്. തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമങ്ങളെ ചെറുക്കാൻ കഴിയാതെ വന്നപ്പോൾ ബംഗാളിലെ നോർത്ത് 24 പർഗനാസ് പോലുള്ള CPM കോട്ടകളിൽ സംഭവിച്ചത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ മാറ്റമായിരുന്നു. ഇവിടെ സംഭവിച്ചത് നേതാക്കളുടെ കൂറുമാറ്റമായിരുന്നില്ല, പ്രത്യയശാസ്ത്രത്തിന്റെ മരണമായിരുന്നു. ഒരു രാത്രി പുലരുമ്പോഴേക്കും CPM പാർട്ടി ഗ്രാമങ്ങൾ ഒന്നടങ്കം BJP ഗ്രാമങ്ങളായി മാറി. ചെങ്കൊടി പാറിയ പാർട്ടി ഓഫീസുകളിൽ കാവിക്കൊടി ഉയർന്നു. ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു അത്. ഈ കൂറുമാറ്റം പ്രത്യയശാസ്ത്രപരമായ ഒന്നായിരുന്നില്ല, മറിച്ച് തൃണമൂലിന്റെ അക്രമ രാഷ്ട്രീയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരടവായിരുന്നു. അടിച്ചാൽ അല്പമെങ്കിലും തിരിച്ചടിക്കാൻ ശേഷിയുള്ള പാർട്ടി എന്ന നിലയിൽ CPM പ്രവർത്തകർ കൂട്ടത്തോടെ BJPയിൽ അഭയം നേടി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കേവലം UDFന്റെ ഒരു വിജയത്തിനപ്പുറം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ഘടനകളിൽ സംഭവിക്കുന്ന ആഴത്തിലുള്ള മാറ്റങ്ങളുടെ പ്രതിഫലമാണ്. ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണം ഉയർത്തിയ ധ്രുവീകരണം, സംസ്ഥാന പ്രാദേശിക തലങ്ങളിലെ ഇരട്ട ഭരണവിരുദ്ധ വികാരം, ശബരിമല പോലുള്ള വൈകാരിക വിഷയങ്ങൾ, അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം ചേർത്താണ് ഇടതുമുന്നണിയുടെ പതനത്തിന് വഴിതെളിയിച്ചത്. ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നാം ഇടതു ഭരണം എന്ന സ്വപ്നം അവസാനിച്ചുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിക്കുന്നു. എന്നാൽ ഇതിനുമപ്പുറം ഉയർന്ന ചോദ്യം ഇതാണ്: CPM എന്ന പ്രസ്ഥാനം അതിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രത്തിലും ബംഗാൾ മോഡൽ തകർച്ചയിലേക്ക് നീങ്ങുന്നതിന്റെ ആദ്യ നിർണായക ചുവടുവെപ്പാണോ ഇത്?